എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബീൻസ് മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ. അപ്പോൾ അതിനായി ഞാൻ 1/2 കിലോ ബീൻസ് എടുത്തിട്ടുണ്ട്. നല്ല ഇളയ ബീൻസ് വേണം എടുക്കാൻ. അധികം മൂത്ത ബീൻസ് എടുത്തു കഴിഞ്ഞാൽ എല്ലാം ചവച്ച് തുപ്പാനേ ഉണ്ടാവുള്ളൂ. അത് മാത്രമല്ല നമുക്ക് ടേസ്റ്റ് അത്രയ്ക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് വളരെ ഇളയ ബീൻസ് നോക്കിയിട്ട് വാങ്ങാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ നാരൊക്കെ കളഞ്ഞ് മെഴുക്ക് പുരട്ടിയുടെ രൂപത്തിൽ ഒന്ന് മുറിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ബീൻസ് എല്ലാം മെഴുക്ക് പുരട്ടിയുടെ രൂപത്തിൽ ഒരു വലിപ്പത്തിൽ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾക്ക് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ ഞാൻ ഒരു ചട്ടി എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇനി ഏറ്റവും ആദ്യം ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇപ്പോൾ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുത്തു. ഇനി അതിലേക്ക് 3-4 വലിയ വെളുത്തുള്ളി അല്ലി ചതച്ചത് അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക് നീളത്തിലരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾക്കതിലേക്ക് 2 ചെറിയ തക്കാളി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി ഒന്ന് ഇങ്ങനെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നീളത്തിൽ മുറിച്ച 2 തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ തക്കാളി നമുക്കൊന്ന് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ വേവിച്ചെടുക്കാൻ കുറച്ച് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതാ തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ തക്കാളി വെന്ത് വരാൻ ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് നമ്മൾക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് ചുവന്ന മുളക് പൊടി 1/4 ടീസ്പൂൺ അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം തീ കുറച്ച് വെച്ചിട്ട് വേണം ഇതൊക്കെ ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ ഇതൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഈ ബീൻസിൻ്റെ കഷ്ണങ്ങൾ നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ചുവന്ന മുളക് പൊടിയും ചേർത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് ബീൻസിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് മാത്രം ഉള്ളത് കൊണ്ടാണ് ഞാൻ ചെറിയ ചട്ടി എടുത്തത്. നമുക്ക് കുറച്ച് കൂടുതൽ ഉണ്ടെങ്കിൽ കുറച്ച് വലിയ പാത്രം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ ബീൻസൊക്കെ ഇട്ട് കൊടുത്തു. ഇതൊന്നും മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം. 1/4 ഗ്ലാസ് മാത്രം മതിയാവും, കൂടുതൽ ചേർത്ത് കൊടുക്കണ്ട. ആ ബീൻസ് ഒന്ന് വെന്ത് വരണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു. അപ്പോൾ നന്നായി ഇത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് നമുക്ക് മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ തന്നെ, ഇപ്പോൾ ഏറ്റവും ആദ്യം നന്നായി ഒന്ന് ചട്ടി ഒന്ന് നന്നായി ചൂടായി വരണം. അതിന് ശേഷം നമുക്ക് ചെറിയ തീയിലോട്ട് ഒന്ന് മാറ്റി കൊടുക്കാം. അടച്ച് വെച്ചിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ബീൻസിൻ്റെ കഷ്ണമൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അതിൽ 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതെല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് ഈ സമയത്തൊന്ന് ഉപ്പ് നോക്കാൻ മറക്കരുത്. ഉപ്പൊക്കെ പാകത്തിനുണ്ട്. ഇനി നമ്മൾക്കിത് കുറഞ്ഞ തീയിലിട്ടിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാൻ മറക്കരുതേ. നന്നായി ഇതാ ബീൻസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചല്ലേ വെള്ളം ഒഴിച്ചിട്ട് വരും, നന്നായിട്ട് അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതാ ബീൻസിലെ വെള്ളമൊക്കെ വറ്റി ബീൻസൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് 2 തക്കാളി പുളി ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ 1 തക്കാളി മാത്രം ചേർത്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ ചുവന്ന മുളക് പൊടിയും 1/4 ടീസ്പൂൺ എടുക്കുന്നില്ല എങ്കിൽ ഒരു ചെറിയ കളർ മതിയെങ്കിൽ കുറച്ച് എടുത്താൽ മതി. അതുപോലെ തന്നെയാണ് പച്ചമുളകും. 2 പച്ചമുളകാണ് ഞാൻ ഇതിൽ ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് 2 പച്ചമുളക് ആവശ്യമില്ലെങ്കിൽ 1 പച്ചമുളക് ചേർത്താലും മതി. അപ്പോൾ വെള്ളമൊക്കെ വറ്റി നമ്മുടെ ബീൻസ് മെഴുക്ക് പുരട്ടി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ എല്ലാവരും ബീൻസ് മേടിച്ചാൽ ഇതുപോലെ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുമ്പോൾ കഞ്ഞിയുടെ കൂടെയെല്ലാം ചോറിൻ്റെ കൂടെ ആയാലും നല്ലൊരു ടേസ്റ്റിൻ്റെ മെഴുക്ക് പുരട്ടിയാണ്. കണ്ടില്ലേ, നല്ല കളറും ഉണ്ട്. ആ തക്കാളിയുടെ പുളി ഇതിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇത് കാണുന്നതിൻ്റെ ഇടയിൽ ഒരു ലൈക്ക് കൂടി ചെയ്യണം.
അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.